بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد. സൂറത്ത് ത്വാഹ 87, 88, 89 ഈ 3 വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട നിയമങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ഖാലു ഈ പദത്തിൽ ഇസ്തിഅലാന്റെ ഹർഫായ ഖാഫ് അതിനെ തഫ്ഖീം ചെയ്യണം, സ്വരഭാരത്തോടെ തടിപ്പിച്ച് ഉച്ചരിക്കണം. ഈ തഫ്ഖീം അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിലും നിലനിർത്തുകയും വേണം. അപ്പോൾ ഖോ എന്ന ശബ്ദമാണ് ഖാലു. കൂടാതെ ഖാഫ് മറ്റു പല കടുപ്പം ഉള്ള സിഫത്തുകളുമുള്ള അക്ഷരവും കൂടിയാണ്. നാവിൻ്റെ അന്തർഭാഗം, ഉൾഭാഗം, അങ്ങേയറ്റം തൊണ്ട അവസാനിച്ച് നാവ് ആരംഭിക്കുന്ന അവിടെയാണ് അഖ്സൽ ലിസാൻ. അതാണല്ലോ ഖാഫിൻ്റെ മഖ്റജ്. ഖാലു മാ അഖ്ലഫ്നാ. മാ എന്നതിലെ ദീർഘം മദ് മുൻഫസിൽ ജായിസാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കുക. ദീർഘാക്ഷരമായ അലിഫ് ഒരു പദത്തിൻ്റെ അന്ത്യത്തിലും അടുത്ത പദത്തിൻ്റെ ആരംഭത്തിൽ ഹംസയും വന്നതാണ് ഇതിനുള്ള കാരണം. ഖാലു മാ അഖ്ലഫ്ന. അഖ്ലഫ്ന എന്ന് പറയുമ്പോൾ ഖാ തഫ്ഖീം ചെയ്യേണ്ട ഇസ്തിഅലാന്റെ അക്ഷരങ്ങളിൽ പെട്ടതാണ്. ഖാഇനെ നിസ്ബിയ തഫ്ഖീം കൊടുത്ത് അഹ് എന്ന് തടിപ്പിച്ച് ഉച്ചരിക്കുക. അഖ്ലഫ്ന. ഖാലു മാ അഖ്ലഫ്നാ മൗഇദക. ഖാ, ഐന് ഇതൊക്കെ ഹൽക്കിൻ്റെ അക്ഷരങ്ങളുമാണ് കേട്ടോ. ഖാ അദ്നൽ ഹൽക്ക്, തൊണ്ടയുടെ മേലേ അറ്റം, അതാണ് ഖാൻ്റെ മഖ്റജ്. മൗഇദക എന്ന് പറയുമ്പോൾ ഐന് വസത്തുൽ ഹൽക്കാണ്, തൊണ്ടയുടെ മധ്യമാണ്. അപ്പോൾ ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അക്ഷരങ്ങളാണ്. കൂടാതെ എല്ലാ ഹർഫും കൃത്യമായി അതിൻ്റെ മഖ്റജിൽ നിന്ന് വ്യക്തമാക്കി ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. ഖാലു മാ അഖ്ലഫ്നാ മൗഇദക ബിമൽകിനാ. മൗഇദക മൗഇദക ഇസ്തിഫാലിൻ്റെ ഹർഫുകളായതുകൊണ്ട് തർക്കീഖാണ് ഇവയ്ക്കൊക്കെ എന്നതും ശ്രദ്ധിക്കുക. നേരത്തെ ഇസ്തിഅലാഇൻ്റെ അക്ഷരങ്ങളെ തഫ്ഖീം ചെയ്യുന്നത് പറഞ്ഞു, അതിൻ്റെ നേർ വിപരീതം മൗഇദക ബിമൽകിനാ. ബിമൽകിന. വലാകിന്ന ഈ പദത്തിൽ നൂൻ മുഷദ്ദദയെ മണിക്കണം. ഷദ്ദുള്ള നൂനിന് 2 ഹറക്കത്തിൻ്റെ അളവിൽ ഗുന്നത്ത് നൽകുക. വലാകിന്ന ഹുമ്മിൽന. ഇതിലും മീം മുഷദ്ദദ വന്നിട്ടുണ്ട്, ഷദ്ദുള്ള മീം. ഇവ രണ്ടും എപ്പോഴും മണിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ടതാണ്. നൂനും മീമും ഷദ്ദ് നൽകപ്പെടുമ്പോൾ. ഹുമ്മിൽന ഔസാറ. ഇതിലുള്ള അലിഫിനെ മദ് മുൻഫസിൽ ജായിസ് നൽകി ദീർഘിപ്പിക്കണം. നേരത്തെ മാ അഖ്ലഫ്ന പറഞ്ഞപ്പോഴുള്ള അതേ വിധി തന്നെ 4-5 ഹറക്കത്തിൻ്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കുക. വലാകിന്ന ഹുമ്മിൽന ഔസാറ. ഔസാറ. റാഇനും അതിൻ്റെ അലിഫിനും തഫ്ഖീം കൊടുക്കണം. ചേർത്ത് വായിക്കുമ്പോൾ ഔസാറം മിൻ സീനത്തിൽ ഖൗം. തൻവീനും ശേഷം മീമുമാണ്. തൻവീനിനെ പൂർണ്ണമായി മീമിലേക്ക് ലയിപ്പിച്ച് ഇദ്ഗാം ബിഗുന്ന ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അപ്പോൾ ഷദ്ദുള്ള മീമിൻ്റെ ശബ്ദം മാത്രമേ കേൾക്കുകയുള്ളൂ. തൻവീൻ ഉച്ചാരണത്തിൽ ഉണ്ടാവുകയില്ല, കാരണം അത് ലയിപ്പിക്കപ്പെട്ടു. ഔസാറം മിൻ ശേഷം മിൻ സീന. ഇവിടെ സാക്കിനത്തെ നൂനും ശേഷം സായുമാണ്. ഇഖ്ഫാ ഹഖീഖി എന്ന നിയമമനുസരിച്ച് നൂനിനെ അവ്യക്തമാക്കി മണിക്കണം, മറച്ചു മണിക്കുക. അതാണ് ഇഖ്ഫാ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മിൻ സീനത്തിൽ ഖൗം. മിൻ സീനത്തിൽ ഖൗമി.
ഈ പദത്തിൽ ഖാഫിനെ തഫ്ഖീം ചെയ്ത് തടിപ്പിക്കുക. ഇസ്തിഅലാഇന്റെ ഹർഫാണ് ഖാഫ്. മിൻ സീനത്തിൽ ഖൗമി ഫഖദഫ്നാഹ, വീണ്ടും ഖാഫ് ആവർത്തിക്കുന്നു. ഫഖദഫ്നാഹ, ഇവിടെ തഫ്ഖീം ചെയ്യേണ്ട അക്ഷരങ്ങളെ പ്രത്യേകം പറയുന്നു. അവയല്ലാത്തവയൊക്കെയും തർക്കീഖ് ചെയ്ത് ഉച്ചരിക്കേണ്ട ഇസ്തിഫാലിൻ്റെ ഹർഫുകളാണ് എന്നതും ശ്രദ്ധിക്കുക. അവയ്ക്കൊന്നും തഫ്ഖീം വരാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. فكذلك ألقى السامري. അൽഖ എന്നതിലെ ഖാഫിന് തഫ്ഖീമാണ്. അവിടെ വഖഫ് ചെയ്യുമ്പോൾ അലിഫും കൂടി ഉണ്ടാകും. അൽഖ സാധാരണയായി അവിടെ വഖഫ് ചെയ്യേണ്ട അവസ്ഥ വരുന്നില്ല. എന്നാൽ തന്നെയും ആ അലിഫിലും തഫ്ഖീം നിലനിർത്തണം. പക്ഷേ ചേർത്ത് വായിക്കുമ്പോൾ അലിഫ് ഉണ്ടാവുകയില്ല. ഖാഫിൻ്റെ തഫ്ഖീമോടുകൂടിയുള്ള ഫത്ഹ മാത്രം ഉച്ചരിച്ചാൽ മതി. അൽഖസ്സാമിരി, ഷദ്ദുള്ള യാഇൻ്റെ ഉച്ചാരണം അതിൽ വഖഫ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ കൈഫിയ എന്നത് കഴിഞ്ഞ 85-ാമത്തെ വചനത്തിൻ്റെ പഠനത്തിൽ അവിടെ നാം സൂചിപ്പിച്ചു കഴിഞ്ഞതാണ്. അവിടെ വിശദീകരിച്ച കാര്യമാണ് 85-ാം വചനം അവസാനിപ്പിച്ചപ്പോൾ. ചുരുക്കി പറയാം, ഷദ്ദുള്ള അക്ഷരമാണ്. അതിൽ വഖഫ് ചെയ്യുമ്പോൾ അല്പം ഒരു ശക്തി കൊടുത്തുകൊണ്ട്, എന്നാൽ ശബ്ദത്തെ ഹറക്കത്ത് പോലെ ചലിപ്പിക്കാതെ അതോ അല്ലാതെ ദീർഘം നൽകിയോ ഒന്നുമല്ലാത്ത വിധത്തിൽ അസ്സാമിരി എന്ന് ഉച്ചരിക്കുക. എന്നാൽ സാമിരി എന്ന് ദീർഘമോ അസ്സാമിരിയ് എന്ന് ശബ്ദത്തെ ചലിപ്പിക്കുകയോ ഒന്നും പറ്റുകയില്ല. فأخرج لهم عجلا. ഇവിടെ ഖാഇന് തഫ്ഖീമുണ്ട്. നേരത്തെ സൂചിപ്പിച്ചു അഖ്ലഫ്ന, അതേ അവസ്ഥ തന്നെ ഖാ സാക്കിനത്ത് ഖാഇനെ തടിപ്പിച്ച് ഉച്ചരിക്കുക. ശേഷം റാ തഫ്ഖീം ചെയ്യണം. ഫഅഖ്റജ ഖാഇനും റാഇനും മാത്രം തഫ്ഖീം. ശേഷം ജീം തർക്കീഖിൻ്റേതാണ്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അതായത് റാഇൻ്റെ തഫ്ഖീം ജീമിലേക്ക് കൂടി കടന്നു വരുന്നത് സൂക്ഷിക്കേണ്ടതാണ്. ഫഅഖ്റജ ലഹും ഇജ്ല, സാക്കിനത്ത മീമും ശേഷം ഐനും. ഇൽഹാർ ഷഫവിയാണ്, മണിക്കാതെ മീമിനെ വെളിവാക്കണം. ഇജ്ലൻ ജസദ, ഇജ്ലൻ എന്നതിലെ ജീമിൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കുക. തൻവീനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ചു മണിച്ചുച്ചരിക്കുക. ജസദൻ എന്നതിലെ തൻവീനിനെ ശേഷമുള്ള ലാമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് ഇദ്ഗാം ചെയ്ത് ഇദ്ഗാം ബിഗൈരി ഗുന്ന നൽകി മണിക്കാതെ ഉച്ചരിക്കുന്നു. അപ്പോൾ തൻവീനിൻ്റെ ശബ്ദം അല്പം പോലും ഉണ്ടാവുകയില്ല. വെറും ഒരു ഫത്ഹിൻ്റെ ശബ്ദവും ശേഷം ഷദ്ദുള്ള ലാമിൻ്റെ ശബ്ദവുമാണ് ഉണ്ടാവുക. ലഹു എന്നതിൽ മദ്ദുസ്സിലത്തി സൂറ നൽകിക്കൊണ്ട് ആ ലഹു എന്നതിലെ ഹാ ദമീറിന് 2 ഹറക്കത്തിൻ്റെ അളവിലുള്ള ദീർഘം നൽകുക. അതിലെ വാവിനെ അങ്ങനെ ദീർഘിപ്പിച്ച് കൂടുതൽ ദീർഘിപ്പിക്കാതെ ലഹു ഖുവാർ എന്ന് പറയും. ഖുവാർ എന്നതിലെ ഖാ ദമ്മ് നൽകപ്പെട്ട അക്ഷരം, അതിനും നിസ്ബിയായ തഫ്ഖീം കൊടുക്കുക. ഖുവാറുൻ ഫഖാലു, റാ വരുന്നു, അതിനും തഫ്ഖീമുണ്ട്. റാഇൻ്റെ തൻവീനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക, മറച്ചു മണിക്കുക. ആ മണിക്കൽ തർക്കീഖോടുകൂടിയായിരിക്കണം, കാരണം ശേഷം ഫാ ഇസ്തിഫാലിൻ്റെ ഹർഫാണ് എന്നതുകൊണ്ട്. ഖുവാറുൻ ഫഖാലു, ഫായിന് തർക്കീഖാണ്, ശേഷം ഖാഫ് വരുന്നു, അതിന് തഫ്ഖീമാണ്. ഫായിൻ്റെ തൊട്ടു മുമ്പിൽ സൂചിപ്പിച്ച പോലെ റാഹിന് തഫ്ഖീമാണ്. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇടകലർന്ന് അക്ഷരങ്ങൾ വരുന്നു. തഫ്ഖീമും തർക്കീഖും കൃത്യമായി അതാത് അക്ഷരങ്ങൾക്ക് മാത്രം നൽകി ഉച്ചരിക്കുക. ഖാഫും അലിഫും തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കുക.
ഹാദാ ഇലാഹുക്കും. ഹാദാ എന്നതിലെ അലിഫിനെ മദ്ദുൽ മുൻഫസിൽ നൽകി ദീർഘിപ്പിക്കുക. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘം നൽകുക. ഹാദാ ഇലാഹുക്കും വ ഇലാഹു മൂസാ ഫനസി. ഇലാഹുക്കും വ ഇലാഹു, അവിടെ സാക്കിന താമീമിനെ സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്യണം. ശേഷം വാവാണ് വന്നത് എന്നതുകൊണ്ട് ഇൽഹാർ ഷഫവി, വാവും ഷഫവിയായ അക്ഷരമാണ്. അതുകൊണ്ട് അവ്യക്തമായി പോവാൻ സാധ്യതയുണ്ട്. സൂക്ഷിച്ചുകൊണ്ട് വളരെ വ്യക്തമാക്കി സാക്കിന താമീമിനെ മണിക്കാതെ ഉച്ചരിക്കുക. ഇൽഹാർ ഷഫവി. ഫനസിയ എന്നിടത്ത് വഖഫ് ചെയ്യുമ്പോൾ ഫനസി എന്ന് 2 ഹറക്കത്തിൻ്റെ അളവിൽ മാത്രമുള്ള ദീർഘം നൽകിയാണ് വഖഫ് ചെയ്യുക. അഥവാ യായിന് സുക്കൂൻ വരും. വഖഫിൻ്റെ അടിസ്ഥാനം സുക്കൂനാണല്ലോ. അപ്പോൾ അവിടെ ഫനസി എന്ന് വഖഫ് ചെയ്യുക. അഫലാ യറൗന, യറൗന ഇതിൽ റായിനെ തടിപ്പിക്കണം, ശ്രദ്ധിക്കുക. തഫ്ഖീം ചെയ്ത് റായിനെ ഉച്ചരിക്കുക. മറ്റക്ഷരങ്ങൾക്ക് തഫ്ഖീം വരാതെ ശ്രദ്ധിക്കുക. അല്ലാ യർജിഉ, യർജിഉ എന്ന് പറയുമ്പോൾ റായിന് തഫ്ഖീം വരുന്നു. ഐന് നേരത്തെ സൂചിപ്പിച്ചതാണ്. തൊണ്ടയുടെ മധ്യമാണ് മഖ്റജ്. വ്യക്തമാക്കി ഐൻ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. അല്ലാ യർജിഉ ഇലൈഹിം ഖൗല. സാക്കിന തമീമിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. ഇലൈഹിം ഖൗല. ഖാഫിന് തഫ്ഖീം കൊടുക്കുക. ഇസ്തിഅലാന്റെ ഹർഫാണ്. ഖൗലൻ വല. തൻവീനിനെ വാവിലേക്ക് ലയിപ്പിച്ച് മണിക്കുക. ഇദ്ഗാം ബിഗുന്ന നാഖിസ്. ഖൗലൻ വല വലാ യംലികു ലഹും. യംലികു എന്ന പദത്തിൽ സാക്കിന തമീമുണ്ട്. അതിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. ലഹും ദർറൻ വലാ നഫ്അ. ലഹും ദർറ. ലഹും എന്നതിലെ സാക്കിന തമീമിനെയും ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കുക. ഇൽഹാറിൻ്റെ സന്ദർഭത്തിൽ മാത്രമാണ് അക്ഷരങ്ങൾക്ക് സുക്കൂൻ എഴുതപ്പെടുക എന്ന അടിസ്ഥാന കാര്യവും നാം ഓർക്കേണ്ടതാണ്. ഇവിടെ ഇൽഹാർ ചെയ്യപ്പെടുന്ന അക്ഷരങ്ങൾക്കൊക്കെയും സുക്കൂൻ എഴുതപ്പെടുന്നു. അല്ലാത്തപ്പോൾ ഇഖ്ഫാओ ഇദ്ഗാമോ ഒക്കെ ആകുമ്പോഴൊക്കെയും ആ അക്ഷരത്തിന്മേൽ സുക്കൂൻ എഴുതപ്പെടുകയില്ല. ഇതും നമുക്ക് എഴുത്തിൽ ശ്രദ്ധിക്കാവുന്ന കാര്യമാണ്. فلا ولا يملك لهم ضرا ولا نفعا. ضرا ضاد ഇസ്തിഅലാന്റെ അക്ഷരങ്ങളിൽ പെട്ടതാണ്. നാവിൻ്റെ സൈഡ് നീളത്തിലാണ് അതിൻ്റെ മഖ്റജ്. ഇസ്തിതാല എന്നത് അതിൻ്റെ പ്രത്യേക സിഫത്താണ്. ദ്വാദിനെ കുറിച്ച് നാം മുമ്പ് സൂചിപ്പിച്ചതാണ്. ദ്വാദ് അതിൻ്റെ കൃത്യമായ മഖ്റജിൽ നിന്ന്, നാവിൻ്റെ അരുവിൽ നിന്ന്, സൈഡിൽ നിന്ന് ഉച്ചരിക്കുക. മേലെ അണപ്പല്ല് ചേർത്തുകൊണ്ട്. റോ തഫ്ഖീം ചെയ്യേണ്ട അക്ഷരമാണ്. ضرًا. ആ റാഇൻ്റെ തൻവീനിനെ ശേഷമുള്ള വാവിൽ ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ബിഗുന്ന. ضرًا ولا نفعا. بارك الله فيكم. أعوذ بالله من الشيطان الرجيم. قالوا ما أخلفنا موعدك بملكنا ولكننا حملنا أوزارا من زينة القوم فقذفناها فكذلك ألقى السامري. فأخرج لهم عجلا جسدا له خوار فقالوا هذا إلهكم وإله موسى فنسي. أفلا يرون ألا يرجع إليهم قولا ولا يملك لهم ضرا ولا نفعا.